ഹലോ, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നമ്മളെന്തൊക്കെ പറഞ്ഞാലും ന്യൂ ഇയർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എത്ര മനസ്സ് വിഷമിച്ചിരിക്കുവാണെങ്കിലും ഒരു പുതിയൊരു തുടക്കം നമുക്കൊരു മനസ്സിനൊരു ഫീൽ ചെയ്യും അല്ലേ. അപ്പോൾ എല്ലാവരും 12 ഗ്രേപ്സ് കഴിക്കുന്നതും വിഷൻ ബോർഡ് ഉണ്ടാക്കുന്ന വീഡിയോസും ഒക്കെ റീൽസും ഒക്കെ ഇഷ്ടംപോലെ കണ്ടു. ഞാൻ 12 ഗ്രേപ്സ് കഴിച്ചില്ല, പക്ഷേ ഞാനൊരു വിഷൻ ബോർഡ് ഉണ്ടാക്കി. ഈ കാണുന്നതാണ് എൻ്റെ വിഷൻ ബോർഡ്. ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഏകദേശം നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താ ഇതിൽ ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന്. ഞാൻ ഓരോന്നും എടുത്ത് പറയുന്നില്ല. അപ്പോൾ ഞാനാണെങ്കിൽ പിൻട്രസ്റ്റിൽ നിന്ന് ഞാൻ ഇഷ്ടമുള്ളതെന്നല്ല, എനിക്ക് അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസ്, എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പിക്ചേഴ്സ് എടുത്തിട്ട് അതെല്ലാം ഒരുമിച്ചാക്കിയിട്ട് ഞാൻ അതിൻ്റെ പ്രിൻ്റ് എടുക്കുമായിരുന്നു. അതുപോലെ ഞാൻ ഈ ഇമേജസ് ഒട്ടിച്ചിരിക്കുന്നത് നമ്മുടെ പഴയ കലണ്ടറിലാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇപ്പോഴത്തെ കലണ്ടർ ഇടാണ്. എനിക്ക് കാണുന്ന രീതിയിൽ എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ കുഞ്ഞുള്ളതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാത്ത സമയത്ത് എപ്പോഴേലും അവനത് വലിച്ചെറി കളയാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തേക്കുന്നതാണ്. പിന്നെ എനിക്കിത് ആരെങ്കിലുമായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം അപ്പോൾ എനിക്ക് തോന്നി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം, അതായത് ഒരു ഡിസംബറൊക്കെ ആകുമ്പോഴേക്കും ഞാനിതിൽ എന്തൊക്കെ അച്ചീവ് ചെയ്തു എന്നുള്ളൊരു വീഡിയോ എനിക്ക് ചെയ്യാം. അങ്ങനെ ഒരു ആഗ്രഹം കൂടെ എനിക്കുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്, എത്രത്തോളം അച്ചീവ് ചെയ്യാൻ പറ്റി എന്നുള്ളത്. മാത്രമല്ല, ഞാനിത് കറക്റ്റ് 1-ാം തീയതി അല്ല ഞാനിത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഒരാഴ്ച മുന്നേ തന്നെ ഇതിൻ്റെ എല്ലാ പ്രിപ്പറേഷൻസും കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഏകദേശം അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പുകൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഫോണിലും വാൾപേപ്പറായിട്ട് ഞാൻ ഇതെടുത്ത് വെച്ചിട്ടുണ്ട്, എപ്പോഴും കാണാൻ വേണ്ടിയിട്ട്, ഞാൻ അതിനകത്ത് എന്ത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഉണ്ടോ, ഞാൻ എൻ്റെ ഫോണിൽ വാൾപേപ്പർ എൻ്റെ വിഷൻ ബോർഡ് തന്നെ ആക്കിയേക്കുവാണ്. ഇത് 12 മണിക്ക് ന്യൂ ഇയർ ആയപ്പോൾ ഞാനൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതായിരുന്നു. ഫോൺ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും നമ്മുടെ ഒരു ശരീരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ കൊണ്ടു നടക്കുന്ന ഒരു കാര്യമായതുകൊണ്ടേ എപ്പോഴും നമ്മളിത് കാണുമെന്ന് കണ്ടോ. അപ്പോൾ ഞാൻ ഈ ഒരാഴ്ച ഇത് പ്രാക്ടീസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ഫോൺ എടുക്കുമ്പോൾ പോലും ഇത് കാണുമ്പോൾ എനിക്കിതിൽ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ ചിന്തിക്കും. അപ്പോൾ എനിക്കിതിൽ നിന്ന് ഞാൻ എൻ്റെ വിഷൻ ബോർഡിൽ ഉൾപ്പെടുത്തിയ കാര്യങ്ങളിൽ ഞാനിപ്പോൾ ഒരു കടയിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഒന്ന് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കതിൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാനൊരു മെഡിറ്റേഷനെങ്കിലും ചെയ്യുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കി. അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ ഒന്ന് ശ്രമിച്ച് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വർഷം 2026 നിങ്ങളുടെ വർഷമാകട്ടെ, നല്ലതായിരിക്കട്ടെ.